സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ അടുത്ത ബന്ധു പോലീസുകാരി. ഇതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ കേസിൽ പ്രതിയാക്കാത്തതെന്ന സംശയം ശക്തമാകുന്നു. മധ്യകേരളത്തിലെ ജില്ലക്കാരിയായ ഈ പെൺകുട്ടി നിലവിൽ സുരക്ഷിത കേന്ദ്രത്തിലാണുള്ളത്. കേസിന്റെ തുടക്കം മുതലുള്ള കള്ളക്കളിക്ക് കാരണം ഈ കുട്ടിയെ രക്ഷിക്കാനുള്ള നീക്കമെന്നാണ് സൂചന. കേസിൽ അറസ്റ്റിലായ അഖിലുമായി ബന്ധമുള്ള കുട്ടിയാണ് പരാതി നൽകിയതെന്നും അഭ്യൂഹമുണ്ട്. അഖിലിന്റെ അച്ഛൻ പ്രാദേശിക CPM നേതാവാണ്. ഈ സാഹചര്യത്തിൽ ആദ്യം മുതൽ തന്നെ CPM ഇടപെടലുണ്ടായി എന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ്. കേസിൽ തുടക്കം മുതലുള്ള പോലീസ് ഇടപെടൽ എല്ലാം ദുരൂഹമാണ്. സാധാരണ തൂങ്ങിമരണങ്ങൾ ഉണ്ടായാൽ അത് സ്വയം തൂങ്ങി മരിച്ചതാണ് എന്ന് പോലീസ് FIRൽ എഴുതാറില്ല. എന്നാൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് ഇട്ട ആദ്യ FIRൽ സ്വയം തൂങ്ങി മരിക്കുകയായിരുന്നു സിദ്ധാർത്ഥെന്ന് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ആത്മഹത്യയായി പരിഗണിച്ചാൽ മതിയെന്ന സന്ദേശം പോലീസിന് അപ്പോഴേ കിട്ടിയിരുന്നു. സിദ്ധാർത്ഥിന്റെ ദേഹത്ത് ക്രൂരമർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ FIRൽ സ്വയം തൂങ്ങി മരണമെന്ന് എഴുതുക അസാധ്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ പറ്റൂ. പക്ഷേ പൂക്കോട് ക്യാമ്പസിൽ അന്വേഷണത്തിലെത്തിയവർ ആദ്യമേ തൂങ്ങി മരണമാക്കി എല്ലാം അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതിന് പിന്നിൽ കോളേജിലെ ഇടത് അധ്യാപക സംഘടനാ നേതാക്കളുടെ ഇടപെടലും ഉണ്ടായിരുന്നു. ആരാണ് സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്തതെന്ന് അറിയാനുള്ള അവകാശം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്കുണ്ട്. ആ പരാതിയിലെ വിശദാംശങ്ങളും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും പെൺകുട്ടിയുടെ പരാതി പരാമർശ വിധേയമാണ്. ഈ സാഹചര്യത്തിൽ എന്തായിരുന്നു ആ പരാതിയെന്നും പരാതിക്കാരി ആരെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു സൂചനയും പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്നില്ല. പോലീസുകാരുടെ മകളാണ് ഈ കുട്ടിയെന്ന കുടുംബം പലവിധ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയതാണ്. സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്യാനുള്ള കൊട്ടേഷൻ അഖിലിനാണ് പെൺകുട്ടി നൽകിയതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് അടച്ചിരുന്നു. വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തിന്റെ വിവിധ അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചത്. ഈ മാസം 5 മുതൽ 10 വരെ റെഗുലർ ക്ലാസ് ഉണ്ടാകില്ല എന്ന് അക്കാദമിക് ഡയറക്ടർ അറിയിച്ചു. പരീക്ഷകളും മാറ്റിവെച്ചു. ഇതിനിടെ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരുന്നു. SFIയുടെ ആൾക്കൂട്ട വിചാരണക്കിരയായി സിദ്ധാർത്ഥിനെ മർദ്ദനമേൽക്കുമ്പോൾ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അധികൃതരെ വിവരം അറിയിക്കാത്തതിനാണ് സസ്പെൻഷൻ. 1ാം വർഷ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയാണ് സസ്പെൻഷൻ. ആകെ 130 വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് വകവച്ചിട്ടുണ്ട്. അതിനിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീനിനെയും ട്യൂട്ടറെയും സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ നടപടികൾ തുടരുന്നു. കോളേജ് ഡീൻ MK നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ മറുപടി വൈസ് ചാൻസലർ തള്ളിയിരുന്നു. ഇതോടെ ഡീനിനെ കേസിൽ പ്രതിയാക്കണമെന്ന ആവശ്യം ശക്തമാകും. വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലതായിരുന്നു ഇരുവരുടെയും വിശദീകരണം. VC തള്ളി. മരണം അറിഞ്ഞതിന് പിന്നാലെ ഇടപെട്ടുവെന്നും എല്ലാം നിയമപരമായി ചെയ്തുവെന്നുമാണ് ഇരുവരും പറയുന്നത്. എന്നാൽ സാധ്യമായതെല്ലാം ചെയ്തെന്ന മറുപടി തൃപ്തികരമല്ല എന്നാണ് VCയുടെ നിലപാട്. എന്തായാലും സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയും അമ്മയുടെ പരാതി കൃത്യമായി തന്നെയാണ് ഗവർണർ എടുത്തിരിക്കുന്നത്. ആർഷോ ഒളിപ്പിച്ച വില്ലത്തി, പോലീസുകാരുടെ ബന്ധു കൂടിയായ വില്ലത്തിയെ പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരാൻ ഇതിലെ സത്യാവസ്ഥ അറിയാൻ തന്നെയാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആത്മഹത്യ എന്ന മുൻവിധിയോട് കൂടിയുള്ള സമീപനം തുടക്കം മുതൽ ക്യാമ്പസ് ഡീൻ MK നാരായണൻ സ്വീകരിച്ചതും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. കേസിലെ പ്രതികളായ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിക്കൊണ്ട് ഫെബ്രുവരി 22-ന് ഡീൻ പുറത്തിറക്കിയ ഉത്തരവിലും ബോധപൂർവം തന്നെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണെന്ന് രേഖപ്പെടുത്തിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 24-ന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വന്നത് എന്നതും ഇവിടെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത നിലയിലുള്ള സിദ്ധാർത്ഥിന്റെ ചിത്രവും ചില സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും വഴിവെക്കുന്നതാണ്.